ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നലെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണർ പഠിച്ചു. അപ്പോൾ ഇന്നലത്തെയും കഴിഞ്ഞ ദിവസത്തെയും ക്ലാസ് അടക്കം 15 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻ്റർപ്രണർ. എൻ്റർപ്രണറെ ഏതൊക്കെ രീതിയിൽ തരംതിരിക്കാം എന്നുള്ളതാണ്. എസ്സേ ക്വസ്റ്റ്യനായിട്ടും ഈ ക്ലാസിഫിക്കേഷനിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഷോർട്ട് ക്വസ്റ്റ്യനായിട്ടും പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഒരു 2-4 പ്രാവശ്യം എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വെരി സിമ്പിൾ ടോപ്പിക്കുമാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എൻ്റർപ്രണർ ഓർ ടൈപ്സ് ഓഫ് എൻ്റർപ്രണർ എന്നും പറയും. Entrepreneurs are different types. They may be classified in number of ways. First classification is on the basis of type of business. അവർ ചെയ്യുന്ന ബിസിനസ്, പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ. ട്രേഡിംഗ് നടത്തുന്നവരുണ്ട്, അഗ്രികൾച്ചർ സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നതുണ്ട്, ബിസിനസ് നടത്തുന്നവരുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ് ക്ലാസിഫൈഡ് ദ എൻ്റർപ്രണർ ഇൻടു 5 types. First one is business entrepreneur. He is an individual who discover an idea to start a business and then build a business to give birth to his idea. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനുള്ള ഐഡിയ കൊണ്ടുവന്ന് ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ആക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഫോം ചെയ്ത് ഒരു ബിസിനസ്സിൻ്റെ ഒരു ബർത്ത് അല്ലെങ്കിൽ ഒരു ഐഡിയ ഫോം ചെയ്യുന്നതിനെ ബിസിനസ് എൻ്റർപ്രണർ എന്ന് പറയുന്നു. ട്രേഡിംഗ് എൻ്റർപ്രണർ എന്ന് വെച്ചാൽ he is an entrepreneur who undertake trading activity, that is buying and selling manufactured product. ഇവിടെ എൻ്റർപ്രണർ ചെയ്യുന്നത് ഉൽപാദനം ഒന്നുമല്ല, മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, അതിനെയാണ് ട്രേഡിംഗ്, കച്ചവടം എന്ന് പറയുക. he does not undertake manufacturing activity. അങ്ങനത്തെ ബിസിനസ്സുകാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അങ്ങനത്തെ എൻ്റർപ്രണേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും, സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ എന്നർത്ഥമില്ല, ആരെങ്കിലും ഉൽപ്പാദിപ്പിച്ചതായാലും സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാർ. ഇവിടെ മാനുഫാക്ചറിങ് അദ്ദേഹം നടത്തുന്നില്ല. ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണർ, മാനുഫാക്ചറിങ് ആക്ടിവിറ്റി നടത്താത്ത എൻ്റർപ്രണറെ ട്രേഡിംഗ് എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി നടത്തുന്ന ആൾക്കാരെയാണ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. പുതുതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. പിന്നെ കോർപ്പറേറ്റ് എൻ്റർപ്രണർ, he is a person who demonstrate his innovative skill in organizing and managing corporate undertaking. ഓരോ സ്ഥാപനങ്ങൾ ഓർഗനൈസ് ചെയ്യുക, മാനേജ് ചെയ്യുക, പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ ക്രിയേഷൻസ് ഒക്കെ ഉണ്ടാക്കുക, അതിനെയാണ് കോർപ്പറേറ്റ് എൻ്റർപ്രണർ പറയുക. നെക്സ്റ്റ് അഗ്രികൾച്ചർ എൻ്റർപ്രണർ, പേരിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ തന്നെ ദേ ആർ ദി എൻ്റർപ്രണേഴ്സ് ഹു അണ്ടർടേക്ക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, കൃഷി സംബന്ധമായ കാര്യങ്ങളായ മാർക്കറ്റിംഗ് ഓഫ് ക്രോപ്പ്, ഫെർട്ടിലൈസേഷൻ, ഇൻപുട്ട് ഓഫ് അഗ്രികൾച്ചർ, ഇതിനൊക്കെ എഗ്രിപ്രണർ എന്നുകൂടെ പറയും. അഗ്രികൾച്ചർ ആക്ടിവിറ്റി നടത്തുന്ന എൻ്റർപ്രണറെ എഗ്രിപ്രണർ എന്നും പറയും. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മോട്ടിവേഷൻ ആണ്. ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ മോട്ടിവേറ്റഡ് ആയിട്ട് പ്യുവർ എൻ്റർപ്രണർ പറഞ്ഞാൽ അയാൾക്ക് ആരും കണ്ടിട്ട് ലാഭം ഉണ്ടാക്കിയതൊന്നും കണ്ടിട്ടൊന്നുമല്ല, അയാൾക്ക് ലാഭം ഉണ്ടാക്കാം എന്നൊരു കോൺഫിഡൻസോട് കൂടി പുതുതായിട്ടൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിനെയാണ് പ്യുവർ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് തനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ ഈ ബിസിനസ്സിൽ പ്രവർത്തിച്ചാൽ എനിക്ക് വിജയം കിട്ടും എന്നുള്ളൊരു ധൈര്യത്തോടു കൂടി സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ പ്യുവർ എൻ്റർപ്രണർ എന്ന് പറയുന്നു. മറ്റുള്ളവരുടെ പ്രേരണ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് സബ്സിഡി കിട്ടാണ്ട്, അസിസ്റ്റൻസ് കിട്ടാനുണ്ട്, ഇൻസെൻറ്റീവ്സ് കിട്ടാനുണ്ട്, കൺസെഷൻസ് ഒക്കെ കിട്ടാനുണ്ട്, ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങിക്കൂടാ? അപ്പോൾ അങ്ങനെ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണർ എന്ന് പറയുന്നു. ടെക്സ്റ്റ് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? ടെക്സ്റ്റിൻ്റെ ഇതിൽ എന്താ പറയുക, യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലനേഷനിൽ ഞാൻ പറയുന്നത്. ആ ടെക്സ്റ്റ് ഇത്രയും പെട്ടെന്ന് വാങ്ങിക്കില്ലെങ്കിലും ഇത് കേട്ടാൽ മനസ്സിലാവും. പക്ഷെ ഇനി ഒരുപാട് വൈകി കഴിഞ്ഞാൽ ഒക്കെ എല്ലാം കയ്യിൽ നിന്ന് പോകട്ടാ. പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് വാങ്ങിക്കാൻ നോക്കണം, ഇല്ലാത്തവരുടെ കാര്യം പറയണേ. ഇനി മോട്ടിവേറ്റഡ്, അതായത് ചിലർ ബിസിനസ് നടത്തി വിജയിച്ചു, ഇപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങി, അല്ലെങ്കിൽ ഇവിടെ ഒരു വേറെ ഇതിലൊരു ടെക്സ്റ്റൈൽസ് തുടങ്ങി, അല്ലെങ്കിൽ വേറെ ഒരു കഫേ തുടങ്ങി, അപ്പോൾ അവർ വിജയിച്ചെങ്കിൽ നമുക്കും അതുപോലെ ഒന്ന് ചെയ്യാലോ എന്നുള്ള രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എൻ്റർപ്രണർ. പിന്നെ സ്പോണ്ടേനിയസ് എൻ്റർപ്രണർ, ദ എൻ്റർപ്രണേഴ്സ് ആർ ഇനീഷ്യേറ്റീവ്, ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദെയർ എബിലിറ്റി. നേരത്തെ പോലെ പ്യുവർ ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ
അതുപോലെ തന്നെ തനിക്ക് തൻ്റെ കഴിവിൽ വിശ്വാസം ഉണ്ടായിട്ട് ചെയ്യുന്ന, അപ്പോൾ അത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി. പ്യുവറും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതും ഇതുപോലെ സ്വയം താല്പര്യത്തിന് ചെയ്യുന്നതാണ്. അടുത്തത് ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് ജനറേഷൻ മോഡേൺ എൻ്റർപ്രണേഴ്സ്, ക്ലാസിക്കൽ എൻ്റർപ്രണേഴ്സ്. ഫസ്റ്റ് ജനറേഷൻ എന്ന് വെച്ചാൽ ഹീസ് വൺ ഹു സ്റ്റാർട്ട് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ബൈ മീൻസ് ഓഫ് ഹിസ് ഓൺ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആൻഡ് സ്കിൽ എസെൻഷ്യൽ. അതായത് പൂർവികരൊക്കെ ചെയ്തിട്ടുള്ള ബിസിനസ് ഒന്നല്ല, അയാൾ സ്വന്തമായിട്ട് അയാൾക്ക് ഒരു താല്പര്യം തോന്നി. പൂർവികന്മാർ ഈ ബിസിനസ് നടത്തുന്ന ആളായിക്കൊള്ളണമെന്നില്ല. അതിനെയാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി മോഡേൺ എൻ്റർപ്രണർ, ഹീസ് എൻ എൻ്റർപ്രണർ ഹു അണ്ടർടേക്ക് ഹൂസ് വെഞ്ചർ വിച്ച് സ്യൂട്ട് ദ മോഡേൺ മാർക്കറ്റിംഗ് നീഡ്സ്. പുതിയ മാർക്കറ്റിംഗ് നീഡ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് ബിസിനസ് നടത്തുന്നതിനെയാണ് മോഡേൺ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ഇനി ക്ലാസിക്കൽ എൻ്റർപ്രണർ, ഹീസ് വൺ ഹു ഡെവലപ്പ് സെൽഫ് സപ്പോർട്ടിംഗ് വെഞ്ചർ ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് നീഡ്സ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിന് വേണ്ടിയിട്ട് സ്വയം ഡെവലപ്പ് ചെയ്തെടുത്ത സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു രീതിക്കാണ് ക്ലാസിക്കൽ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ക്ലാസിഫിക്കേഷൻ ബൈ ക്ലാരൻസ് ഡാൻഹോപ്പ്. ക്ലാരൻസ് ഡാൻഹോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ അഗ്രികൾച്ചറിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലാരൻസ് ഡാൻഹോപ്പ്. ഇതിനെ 4 തരത്തിൽ തരംതിരിക്കുന്നുണ്ട്: ഇന്നവേറ്റീവ്, അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ്, ഫാബിയൻ എൻ്റർപ്രണർ ആൻഡ് ഡ്രോൺ എൻ്റർപ്രണർ. ഇന്നോവേറ്റീവ് എൻ്റർപ്രണർ പറയുമ്പോൾ പുതിയ ആശയങ്ങളും നൂതനമായ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് കൊണ്ടുവരാനും ആ കാര്യങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നടത്തുന്ന പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആൾക്കാരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഇന്നോവേറ്റീവ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ്, അതെന്താ വേർഡിൽ നിന്ന് മനസ്സിലാവുന്നത് പോലെ തന്നെ മറ്റൊരാൾ വിജയിച്ച് അല്ലെങ്കിൽ മറ്റൊരാളുടെ സക്സസീവ് സ്റ്റോറി മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് നടത്തുന്നതിനെയാണ് അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാബിയൻ എൻ്റർപ്രണർ. ദീസ് എൻ്റർപ്രണേഴ്സ് ആർ ട്രഡീഷണലി ഇൻ നേച്ചർ ദേ വുഡ് ബി കോഷ്യസ് നെയ്തർ ഇൻട്രൊഡ്യൂസ് ന്യൂ. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ പുതുതായിട്ടുള്ള ആശയങ്ങളൊന്നും കൊണ്ടിരില്ല. നിലവിലുള്ള വിജയിച്ചിട്ടുള്ള ആരെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തി അവരതിൻ്റേതായ രീതിയിൽ പോകും. വലിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് വലിയ ലാഭം ഉണ്ടാക്കണ്ട, എന്നാൽ നഷ്ടം വരാതിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെയാണ് ഫാബിയൻ എൻ്റർപ്രണർ പറയുക. ഡ്രോൺ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഫാബിയൻ എൻ്റർപ്രണറെ പോലെ തന്നെ ദോസ് ഹു ആർ റെഫ്യൂസ് ടു അഡോപ്റ്റ് ആൻഡ് യൂസ് ഓപ്പർച്യൂണിറ്റീസ് ടു മേക്ക് ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ. അതായത് അവരൊരു ഇത്ര പ്രൊഡക്ഷൻ ഉണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. കൂടുതൽ പ്രൊഡക്ഷൻ എടുത്ത് അതിൽ നിന്നും കിട്ടുന്ന ലാഭം നഷ്ടമായാലോ ആ രീതിയിൽ. മറ്റത് ടെക്നോളജീസ് മാറ്റാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത്. ഡ്രോൺ എൻ്റർപ്രണറിലെ പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ, അതായത് അവർ ട്രഡീഷണൽ ലൈൻ ഫോളോ ചെയ്യുന്നു. അതിനെയാണ് ഡ്രോൺ എൻ്റർപ്രണർ. ഇത് ഓരോന്നും ചിലപ്പോൾ സെപ്പറേറ്റ് വാട്ട് ഈസ് ഫാബിയൻ എൻ്റർപ്രണർ, വാട്ട് ഈസ് ഡ്രോൺ എൻ്റർപ്രണർ, വാട്ട് ഈസ് അഡോപ്റ്റീവ് എൻ്റർപ്രണർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.